Chapter 7 Functions of Operators and Spectral Decomposition. Okay, let a comma b comma m comma capital M element of R, a less than m less than equal to m less than b, and let capital A be an operator satisfying mi less than equal to capital A less than equal to capital Mi. നമ്മളെടുക്കുന്ന അസംഷൻ്റെ കാര്യമാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ലെറ്റ് capital K of closed interval A comma b be a set of piecewise continuous bounded functions which are monotonically decreasing limits of continuous functions. അപ്പോൾ എന്താ പറയുന്നത്, കെ ഓഫ് ക്ലോസ് ഇൻറ്റർവൽ എ കോമ ബിയിലെ ഓരോ ഫംഗ്ഷൻ്റെയും പ്രത്യേകത അത് ബൗണ്ടഡ് ആയിരിക്കും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കും, അതായത് ഒരു ഫംഗ്ഷൻ എൻറ്റയർലി കണ്ടിന്യൂസ് ആവണമെന്നില്ല, അതിൻ്റെ ഓരോ സെക്ഷൻ മാത്രമായി നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അത് കണ്ടിന്യൂസ് ആയിരിക്കുന്നതാണ് അത് പറയുന്നത്. സോ ഇങ്ങനത്തെ ടൈപ്പ് ഫംഗ്ഷൻസ്, ഓക്കെ, അതായത് ഈ പീസ് നോക്കിയത് കണ്ടിന്യൂസ് ആണ്, ഇവിടെ നോക്കിയത് കണ്ടിന്യൂസ് ആണ്, ഇവിടെ നോക്കിയത് കണ്ടിന്യൂസ് ആണ്, ആ രീതിയിൽ പോകുന്ന ടൈപ്പ് ഫംഗ്ഷൻസ്. ഓക്കെ, ആൻഡ് അടുത്ത ഒന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ, ദർ ഇസ് എ സീക്വൻസ് എഫ് എൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ സച്ച് ദാറ്റ് എഫ് എൻ ടെൻസ് ടു എക്സ്, എഫ് വൺ ഗ്രേറ്റർ ഈക്വൽ ടു എഫ് ടു ഗ്രേറ്റർ, അത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൽ ലിമിറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റും. അതായത് എഫ് വൺ ഗ്രേറ്റർ ഈക്വൽ എഫ് ടു ഗ്രേറ്റർ ഈക്വൽ എഫ് ത്രീ ഗ്രേറ്റർ ഈക്വൽ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് മോണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ ഒരു സീക്വൻസ് വെച്ചിട്ട് ഈ തന്നിരിക്കുന്ന പർട്ടിക്കുലർ നമ്മുടെ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് കെ ഓഫ് ക്ലോസ് ഇൻറ്റർവൽ എ കോമ ബിയിലുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറഞ്ഞിട്ടുള്ളത്, we can example is f of t equal to 1 if t element of closed interval a comma c and 0 if closed interval c comma b ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓപ്പൺ ഇൻ്റർവൽ c comma b ആവാനാണ് സാധ്യത. ഇത് ക്ലോസ് ഇൻ്റർവൽ സി ആയാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാകും. മറ്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് ഒരേ സമയത്ത് 1ഉം 0ഉം ഡിഫൈൻഡ് ആയിരിക്കും, സോ ശരിയാവില്ല. സോ ഇങ്ങനെ ആവാനാണ് സാധ്യതയുള്ളത്. ഇവിടെ ക്ലോസ് ഇൻ്റർവലിന് പകരം ഓപ്പൺ സി കോമ ക്ലോസ്ഡ് ബി ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ വരച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അവർ പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റിലുള്ള അതേ ഗ്രാഫ് വരച്ചിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഈ സെറ്റിൽ പെടുന്ന എലമെൻറ്റും ഇതെന്ന് പറയുന്നത് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കെ ആണെന്നും ഇത് എലമെൻറ്റ് ഓഫ് കെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ വരെ ഇങ്ങനെ, എന്നിട്ട് ഈ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഈ പോയിന്റ് ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാത്ത രീതിയിലും ഇവിടെ പോയിന്റ് ഡിഫൈൻ ചെയ്ത രീതിയിലുമാണ് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ്റെ പ്രത്യേകത. സോ ഇവിടെ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പോയിന്റിൽ, അതായത് ഇവിടെ ഡെഫിനിഷൻ വീണ്ടും ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണ് സെമി കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സെമി കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് വേണ്ടതെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. സോ ഇത് കെയിലുള്ള എലമെൻ്റ് ആണെന്നും ഇത് കെയിൽ ഇല്ലാത്ത എലമെൻ്റ് ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ സെമി കണ്ടിന്യൂസ് ആയിട്ടുള്ള ടൈപ്പ് ഫംഗ്ഷൻസ് ആണ് വേണ്ടതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് സെമി കണ്ടിന്യൂസ് ഡെഫിനിഷൻ ആദ്യം പറയുന്നത്. എഫ് എലമെൻറ്റ് ഓഫ് കെ ഓഫ് എ ബി, ദെൻ എഫ് ഈസ് സെമി കണ്ടിന്യൂസ് ഫ്രം എബോവ്. സെമി കണ്ടിന്യൂസ് ഫ്രം എബോവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഇങ്ങനെയാണ് നൊട്ടേഷൻ, ലിമിറ്റ് ടോ ടെൻസ് ടു ടി, എബോവ് ആയതുകൊണ്ടാണ് മുകളിൽ വരെ വന്നിട്ടുള്ളത്. സെമി കണ്ടിന്യൂസ് ഫ്രം എബോവ് എഫ് ഓഫ് ടോ ഈക്വൽ ടു എഫ് ഓഫ് ടി ആയിട്ട് വരിക. ഇക്വാൻലി സെറ്റ് ഓഫ് ഓൾ ടി സച്ച് ദാറ്റ് എഫ് ഓഫ് ടി ഗ്രേറ്റർ ഈക്വൽ ടു എ നോട്ട് ഫോർ എവരി എ നോട്ട് എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻറ്റർവൽ എ കോമ ബി ആർ ക്ലോസ് സെറ്റ്സ്. That is, set of all t element of closed interval a comma b such that f of t greater equal to a naught are closed sets. So ഈ ഡെഫിനിഷൻ ആലോചിക്കുക. set of all t element of closed interval a comma b such that f of t greater equal to a naught are closed sets ആയിട്ട് വരിക. സോ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഡെഫിനിഷൻ? set of all t such that f of t greater than or equal to a naught is closed where a naught belongs to closed interval a comma bയിലെ പോയിന്റ്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഈ ക്ലോസ് ഇൻ്റർവെല്ലിൽ ഉറപ്പായിട്ടും എന്തായാലും വരാൻ സാധ്യതയുണ്ട്, ആ പർട്ടിക്കുലർ പോയിന്റിനേക്കാളും കൂടുതലായിട്ട് വരാൻ സാധ്യത. സോ ക്ലോസ്ഡ് ആണ്. ഓക്കെ, അവിടെ ഇഷ്യൂ വരുന്നത് ബാക്കി എല്ലാ സ്ഥലത്ത് വന്നാലും ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഈ പർട്ടിക്കുലർ സി എന്നുള്ള പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കുക, അതായത് എ നോട്ട് ഈക്വൾ ടു സി നോട്ട് ആയിട്ട് എടുക്കുക, എ നോട്ട് ഈക്വൾ ടു സി ആയിട്ട് എടുക്കുക. സോ ഇവിടെയും സിനേക്കാളും വലിയ വാല്യൂ വരുന്ന സെറ്റ് എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ എ കോമ എന്തായിരിക്കും, ക്ലോസ് ഇൻ്റർവെല്ലിൽ എ കോമ സി ആയിരിക്കും, കുഴപ്പമില്ല. പക്ഷെ അതേസമയം ഈ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എന്തുണ്ടാവും, അറ്റ് എ നോട്ട് ഈക്വൾ ടു ഞാൻ സി എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഫംഗ്ഷൻ്റെ വാല്യൂ എ നോട്ടിനേക്കാളും വലുതായി വരുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരാൻ പോകുന്നത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ഇൻ്റർവെൽ എ കോമ ഓപ്പൺ സി ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ അത് ശരിയാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത്
സെമി കണ്ടിന്യൂസ് അല്ല, ഫ്രം എബോ അല്ല എന്നുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത് തൽക്കാലം കെ സെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ കൂടുതൽ തന്നിട്ടുള്ള പ്രകാരം ഇവിടുത്തെ തന്നിട്ടില്ല, നമുക്ക് ഇവിടുത്തെ ലെങ്ത്ത് കൂടുതലാണെന്നുള്ള രീതിയിലാണ് നമ്മൾ തൽക്കാലം കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, എന്നോട് പറഞ്ഞ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണെന്ന രീതിയിലെടുത്തിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഫംഗ്ഷൻ എന്ന് എക്സാക്ട്ലി മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് മാത്രം മനസ്സിലാക്കുക, പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. മാത്രമല്ല അതിനെ ഒരു സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അത് വെച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ടെൻഷൻ അടിക്കേണ്ട അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്. ലെമ്മ 7.01 ലെറ്റ് phi of t element of k of ab ആണ്. Then there is a sequence of polynomials Pn of t which converges to phi of t decreasingly. സോ അതായത് കൺവേർജൻസ് ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ കൺവേർജൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇങ്ങനെ താഴേക്ക് വരയ്ക്കുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ അർത്ഥം ഡിക്രീസിങ് സീക്വൻസ് ആയിരുന്നു, മോണോട്ടോണിക് ഡിക്രീസിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നതാണ് അർത്ഥം. ഇങ്ങനെയാണ് നൊട്ടേഷൻ എടുക്കുന്നത് വെച്ചാൽ മോണോട്ടോണിക് ഇൻക്രീസിങ് ആയിട്ട് കൺവേർജ് ചെയ്യുന്നതാണ് അർത്ഥം. ഓക്കെ, സോ എന്താ ഇവിടെ പറയുന്നത്, എന്താ ഒരു phi of t ഇതിനകത്ത് സെറ്റിനകത്ത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സീക്വൻസ് ഓഫ് പോളിനോമിയൽസ് ഉണ്ടാവും. സോ ദാറ്റ് Pn of t converges to phi of t as n tends to infinity for every t element of closed interval a comma p. സോ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, എന്ത്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഒരു ക്ലോസ് ഇൻറ്റർവൽ എ കോമ ബിയിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ബൈ വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം പ്രകാരം തന്നിരിക്കുന്ന ആ കണ്ടിന്യൂസ് ഫംഗ്ഷനെ, അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂണിഫോമിൽ അതിനെ നമുക്ക് പോളിനോമിയൽസിൻ്റെ സീക്വൻസ് വെച്ച് യൂണിഫോം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐഡിയ ഇവിടേക്ക് കൊണ്ടുവരും നമ്മൾ. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ പീസ് വൈസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് ഇവിടെ എക്സാക്ട്ലി പ്രൂഫിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് phi of t belongs to k of closed interval a comma b ആണ്. phi of t ആയതുകൊണ്ട് ഡെഫിനിഷൻ പ്രകാരം phi of t is a piece wise continuous bounded function which is monotone decreasing limit of continuous functions. ഓക്കെ, അതായത് അതിൻ്റെ അർത്ഥം എന്താ, there is a sequence of phi n of t element of c of ab. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് വിത്ത് എന്ത് പ്രത്യേകത, ദാറ്റ് phi n of t is converges to phi of t. അതായത് അതിൻ്റെ ഡെഫിനിഷൻ തന്നെ മോണോട്ടോണിക്കലി ഡിക്രീസിങ് സീക്വൻസിൻ്റെ ലിമിറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. It is every continuous function can be on, പക്ഷെ നമുക്കറിയാം എന്ത്, every continuous function on a closed interval can be uniformly approximated by a polynomial function. ഇതായിരുന്നു വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം. ഓക്കെ, അപ്ലോയിങ് ദ വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം ടു ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ഈ പോളിനോമിയൽ ഇങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ phi n of t plus some 3/2n+1 എന്ന രീതിയിൽ എടുക്കണം. ഓക്കെ, അപ്ലൈയിങ് ദ വെയർസ്ട്രാസ് അപ്രോക്സിമേഷൻ തിയറം ടു ദ കണ്ടിന്യൂസ് ഫംഗ്ഷൻ phi n of t പ്ലസ്, അതായത് ഇയാളൊരു phi n of t plus 3/2n+2 എന്ന് പറഞ്ഞാൽ എന്താ, ഈ phi n of t എന്ന് പറഞ്ഞാൽ എവിടെയുള്ളതാണ്, c of closed interval a comma b യിലാണ്. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ജസ്റ്റ് ഒരു നമ്പർ ആഡ് ചെയ്താൽ എന്തെങ്കിലും മാറും, കണ്ടിന്യൂറ്റിക്ക് മാറ്റം വരാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർ c of a bയിലെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിനെ പോളിനോമിയൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. സോ we wait for every n there is a polynomial Pn of t such that Pn of t minus phi n of t plus 3/2n+1 less than 1/2n+2 എന്ന് വെച്ചാൽ അപ്സിലോൺ ഇങ്ങനെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ നമുക്ക് അറിയാവുന്ന കാര്യം നോക്കുക, ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ കണ്ടിന്യൂസ് ഫംഗ്ഷനെ പോളിനോമിയൽസ് വെച്ച് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ജസ്റ്റ് ഇത് വെച്ച് കളിക്കണേ ഉള്ളൂ. ഇതിൻ്റെ എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്തു മോഡുലസിനെ. സോ -1/2n+2 Pn of t minus phi n of t plus 3/n+1 less than 1/2n+2 എഴുതി. നമുക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്തു. ഈ 3/n+2 ഇപ്പുറ സൈഡിലോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് -1/2n+2 പ്ലസ് phi n of t plus 3/2n+2 ലെസ് ദാൻ ഈക്വൽ ടു Pn of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2n+2 പ്ലസ് phi n of t പ്ലസ് 3/2n+2. സോ ഇതെന്തെങ്കിലും രൂപത്തിലോട്ട് മാറും, ഈ രൂപത്തിലോട്ട് മാറി Pn of t പ്ലസ് 1/2n+1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു Pn of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു phi n of t പ്ലസ് 1/2n ഫോർ എവറി t എലമെൻറ്റ് ഓഫ് ക്ലോസ് ഇൻറ്റർവൽ എ കോമ p. ദാറ്റ് ഈസ് ഇവിടുന്ന് കിട്ടിയാൽ എന്താ, phi n of t എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് സീക്വൻസ് ആണ് ഫോർ എവറി phi of t-ക്ക്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും phi n of t എന്ന് പറയുന്നത് phi n+1 of t must be ലെസ് ദാൻ ഓർ ഈക്വൽ ടു phi n of t. ഡിക്രീസിങ് ആയതിൻ്റെ കണ്ടീഷൻ ഉപയോഗിച്ചു. ഓക്കെ, അതുകൊണ്ട് എന്താ പറയാം, phi n+1 of t പ്ലസ് 1/2n+1 ലെസ് ദാൻ ഈക്വൽ ടു phi n of t പ്ലസ് 1/2n+1. അത് ഈ രണ്ട് സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്, 1/2n+1 ആഡ് ചെയ്തിട്ടാണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 2. നൗ ഫ്രം 1ൽ നിന്ന് എന്ത് പറയാൻ പറ്റും, നമ്മുടെ Pn of t ലെസ് ദാൻ ഈക്വൽ ടു ആരാണ്, phi n+1 of t 1/2n+1. n of t ലെസ് ദാൻ ഈക്വൽ ടു phi n of t പ്ലസ് 1/2n ആണ്. ഇവിടെ n = n+1 റീപ്ലേസ് ചെയ്യാൻ എന്ത് കിട്ടും നമുക്ക്, Pn+1 of t ലെസ് ദാൻ ഓർ ഈക്വൽ ടു Pn+1 of t പ്ലസ് 1/2n+1. സോ ഇക്വേഷൻ 3 ഇതാണ് വിചാരിക്കുക. ഇനി കമ്പൈനിങ് 1, 2 ആൻഡ് 3 വി ഗെറ്റ് എന്ത് കിട്ടും,
Pn plus 1 of t less than or equal to phi n plus 1 of t plus 1 by 2 raised to n plus 1, which is less than or equal to phi n of t plus 1 by 2 raised to n plus 1, which is less than or equal to phi n of t. Let it be equation 4.